ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് വരുന്നത്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്ന വേ പ്രോട്ടീൻ നമ്മളെ ട്രെയിനർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിപ്പോൾ മിഞ്ഞാന്ന് വന്ന മസിൽ ബ്ലേസിൻ്റെ സ്റ്റാക്കിൽ ഞാൻ ഓർഡർ ചെയ്തൊരു വേ പ്രോട്ടീനാണ്. ഇത് ഞാൻ ഒരുപാട് കാലം മുന്നേ വിചാരിച്ച്, അതായത് നമ്മൾ തീരുമാനിച്ച് വെച്ചൊരു കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും സ്പോൺസേർഡ് അത്ലറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ഫസ്റ്റ് ഒരു വേ പ്രോട്ടീൻ ട്രെയിനർക്ക് നമുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കണം എന്ന് നമ്മൾ തീരുമാനിച്ച കാര്യമാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ബാക്കിൽ വലിയൊരു കഥ ഉണ്ട്. ഇന്നിപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ പിന്നെ ഞാനാക്കിയൊരു കഥ ഉണ്ട് അതിൻ്റെ ബാക്കിൽ. അപ്പോൾ അത് പറയാം. വേണമെന്നുള്ളവർക്ക് ജസ്റ്റ് കേൾക്കാം, അല്ലാത്തവർക്ക് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് വിടാം. ജിമ്മിലുള്ള സീനിലേക്ക് സ്കിപ്പ് ചെയ്ത് വിടാം. അപ്പോൾ അത് പറയണതിന് മുന്നേ നമ്മൾ ഇനി മുതൽ യൂട്യൂബിൽ ഡെയിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, വർക്കൗട്ടിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും വരും. അതിന് മുന്നേ ഒരു മിനിറ്റ്, ഞാൻ ലൈറ്റ് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഫിക്സ് ചെയ്തോട്ടെ. ജസ്റ്റ് എ മിനിറ്റ്. എനിവേ, ലൈറ്റിന് നേരെ ഡയറക്റ്റ് താഴെ ഇരിക്കണോണ്ട് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് ഉറപ്പില്ല. ഔട്ട്പുട്ട് കാണുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ എന്താ പറയാൻ വന്നേ, നമ്മൾ എങ്ങനെയാണ് വ്ളോഗും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തത്, എന്തുകൊണ്ടാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു തന്നത്. അതായത് ഞാൻ 2023-ലാണ്, അതായത് 2023-ലാണ് ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്യണത്. 2023 ഡേറ്റ് ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഞാൻ വീടിനടുത്തുള്ളൊരു ജിമ്മിൽ ജോയിൻ ചെയ്തു. ജസ്റ്റ് ഒരു 6 മാസത്തോളം വർക്കൗട്ട് ചെയ്തു. അങ്ങനെ ആ ജിമ്മ് നോമ്പിന് അത് പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് അതങ്ങനെ ക്ലോസ് ചെയ്യാണ്. അങ്ങനെ ഒരു മാസം വർക്കൗട്ട് ഡിലേ ആയി. അങ്ങനെയാണ് അപ്പോൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജിമ്മിക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യണത്. അങ്ങനെ മാറി ഒരു കൊല്ലത്തോളം അവിടെ വർക്കൗട്ട് ചെയ്തു. ഈ കഴിഞ്ഞ ഏപ്രിലാണ് ഞാൻ ജസ്റ്റ് ഞങ്ങൾ ട്രെയിനർ, ഒരു ക്ലൈൻറ്റ് ട്രെയിനർ എന്നുള്ളൊരു ബന്ധമുള്ളൂ. അങ്ങനെ ജസ്റ്റ് കോമ്പറ്റീഷൻ ചെയ്യണതിനെ പറ്റിയിട്ട്, അതായത് ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ ചെയ്യണതിനെ പറ്റി ചോദിച്ചു. എനിക്കിങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ആയിക്കോട്ടെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്താ വെച്ചാൽ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ചോദിച്ച് ഇങ്ങനെ പൈസയുടെ ഇഷ്യൂ, കാരണം ഫിനാൻഷ്യലി അത്ര ലെവലിലല്ല, നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ വരിക, അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അതൊന്നും കുഴപ്പമില്ല, അത് നമുക്ക് ശരിയാക്കാം, ജസ്റ്റ് ഇറങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോമ്പറ്റീഷൻ ചെയ്തോ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഏതാ വരുന്നത്, മിസ്റ്റർ ഇന്ത്യ വരുന്നുണ്ട്, മിസ്റ്റർ ഇന്ത്യ ചെയ്തോ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു മിസ്റ്റർ ഇന്ത്യ ചെയ്യാനുള്ള പൈസ ഉണ്ടാവില്ല, നമുക്ക് മിസ്റ്റർ മലപ്പുറം എന്തെങ്കിലും വരുന്നെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ മിസ്റ്റർ മലപ്പുറം ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പ്രപ്പ് സ്റ്റാർട്ട് ചെയ്യണത്, കോമ്പറ്റീഷൻ പ്രപ്പ് സ്റ്റാർട്ട് ചെയ്യണത്. അങ്ങനെ അല്ലറ ചില്ലറ പണികൾക്കൊക്കെ പോയി, കാറ്ററിംഗ് ആയിട്ടും പിന്നെ ഒരുപാട് പാർട്ട് ടൈം ആയിട്ട് ഒരുപാട് ജോലിക്ക് പോയി. 2-3 ജോലി. രാവിലെ 5 മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് ബസ് കഴുകാൻ പോകും. അത് കഴിഞ്ഞ് ഉച്ചക്ക് രാവിലെ ആ ഒരു ഫ്രീ ടൈമിൽ കാറ്ററിങ്ങിന് പോവും. പിന്നെ വൈകുന്നേരം വന്നിട്ട് ജിമ്മിൽ പോവും. അങ്ങനെ ഒരുവിധം തട്ടിക്കൂട്ടി ഒരുവിധം പ്രപ്പ് തുടങ്ങി. അങ്ങനെയാണ് ഡെക്കാത്തലോണിൻ്റെ കോമ്പറ്റീഷൻ വരുന്നതും നമ്മളതിൽ മത്സരിക്കുന്നതും ഫസ്റ്റ് അടിക്കണതൊക്കെ. അപ്പോൾ ഇതിൽ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ ടൈമിലൊക്കെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് നമ്മളെ ട്രെയിനർ. കാരണം എൻ്റെ കയ്യിലുള്ള ക്യാഷിൻ്റെ ഇഷ്യൂസ് അറിയണതുകൊണ്ട് തന്നെ ഡയറ്റിന് തന്നെ അത്യാവശ്യം ചിലവ് മന്ത്ലി വരും. ഏറെക്കുറെ ഒരു 6000-7000 രൂപ മാസം ഡയറ്റിന് തരുന്ന ചിലവ് വരും. അങ്ങനെയുള്ള ടൈമിൽ പേഴ്സണൽ ഫീസ് സാധാരണ നിങ്ങൾ വേറെ എവിടെ ഒരു പുറത്തൊരു ജിമ്മിൽ ചോദിച്ചു നോക്കിയാലും നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ട്രെയിനിങ് എടുക്കണം, അതിന് വേറെ ഫീസ് കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് പുറത്ത് സാധാരണ ആൾക്കാർ കോമ്പറ്റീഷൻ ചെയ്യിപ്പിക്കാറ്. അപ്പോൾ നമ്മളോട് പറഞ്ഞ് ആദ്യം പറഞ്ഞ് പൈസ 2000 രൂപ കൊണ്ടുവരിക. അങ്ങനെ ഞാൻ 1500 റുപ്യ കൊണ്ടുപോയി കൊടുത്തു. ബാക്കി കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല, കാരണം കൊടുത്തു കഴിഞ്ഞാൽ ഡയറ്റിന് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അതിൻ്റെ അവസ്ഥ അത്രയും മനസ്സിലാക്കിയിട്ട് ഞാനിപ്പോൾ ഏറെക്കുറെ ആ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യും. ഞാൻ കോമ്പറ്റീഷൻ പ്രപ്പ് സ്റ്റാർട്ട് ചെയ്തത് ജൂണിലാണ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 7 മാസമായിട്ട് ഇന്ന് വരെ എൻ്റെ കയ്യിൽ നിന്ന് ഫീസ് മേടിച്ചിട്ടില്ല. ജിം ഫീസ് പോലും വാങ്ങിച്ചിട്ടില്ല. അതായത് എന്നെ പേഴ്സണൽ ട്രെയിനിങ് ചെയ്യിപ്പിച്ച്, എന്നെ കോമ്പറ്റീഷൻ ചെയ്യിപ്പിച്ച്, കപ്പടിപ്പിച്ച് ഇതുവരെ എൻ്റെ കയ്യിൽ നിന്ന് ജിമ്മിന് ഫീസ് പോലും ആൾ വാങ്ങിയിട്ടില്ല. ആൾക്ക് എന്നെക്കൊണ്ട് സത്യം പറഞ്ഞാൽ ഒരു ഗുണവുമില്ല, പ്രോഫിറ്റും കാര്യങ്ങളൊന്നുമില്ല.
പിന്നെ ആ മേഖലയിലാണ്, ബോഡി ബിൽഡിങ് മേഖലയിലാണെങ്കിലും ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ ഇടാൻ തുടങ്ങിയ ടൈമിൽ ഇതിൻ്റെ ഒരു ഏപ്രിൽ ടൈമിലാണ് ഞാൻ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യണത്. അന്ന് എൻ്റെ കയ്യിൽ ഫോണും കാര്യങ്ങളും വലിയ ഫോണും കാര്യങ്ങളൊന്നുമില്ല. അന്നും ഇതുപോലെ അവിടെ ജിമ്മിൽ വരുന്ന ആൾക്കാരെ ഫോണൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യണതും ചെറിയ ചെറിയ സ്റ്റാറ്റസ് വീഡിയോ രൂപത്തിലൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം മുതലേ കാണുന്നവർക്ക് അറിയാം. അങ്ങനെ അന്ന് തുടങ്ങിയ ടൈമിലും എല്ലാ രീതിക്കുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് നമ്മളെ മാസ്റ്റർ. നമുക്ക് സപ്പോസ് ഞാൻ ഒരു ദിവസം വർക്കൗട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കും, എവിടെ എന്താ വർക്കൗട്ട് ചെയ്യാൻ വരുന്നില്ലേ. അതേപോലെ വീഡിയോ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ വീഡിയോ ഒന്നും ഇടാതെ, ഇപ്പോഴും കൂടി എന്നോട് പറയും വീഡിയോ കൺസിസ്റ്റൻ്റ് അല്ല ഇട്ട് വീഡിയോ ഇട്ടുകൊണ്ടു. അങ്ങനെ നമുക്ക് എല്ലാ കാര്യത്തിലും നമ്മളെ ഒരു ബ്രദറായി കണ്ട് നമ്മൾ അങ്ങനെയും സപ്പോർട്ടീവായിട്ടുള്ള ഒരാളാണ് നമ്മളെ ട്രെയിനർ. അപ്പോൾ ആൾക്ക് നമുക്ക് സ്പോൺസർഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്ക് നമ്മളെ സ്റ്റാക്കിൽ നിന്ന് ഫസ്റ്റ് പ്രോട്ടീൻ ആൾക്ക് കൊടുക്കണം എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. പറഞ്ഞില്ലേ, അപ്പോൾ നമ്മളെ കോമ്പറ്റീഷന് പോകുന്ന ടൈമിലാണെങ്കിലും ഒക്കെ എൻ്റെ ഫുഡ് അതുപോലെ എൻ്റെ റെൻറ്റ് ഇങ്ങനെയുള്ള ഒരു ചിലവും സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞിട്ടില്ല. ഒക്കെ ആളുടെ ചിലവിൽ അങ്ങനെ നമ്മളെ കൊണ്ടുപോയി പ്രൈസ് അടുപ്പിച്ചു. അപ്പോൾ ഈ നിലയിലെത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരാളാണ്. അത് കുറേ ആൾക്കാരെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിന്നിങ്ങനെ ആയത്. അതിൽ മെയിനായിട്ടുള്ള ആൾക്കാരിൽ ഒരാൾ തന്നെയാണ് നമ്മളെ ട്രെയിനർ. അപ്പോൾ ഇന്ന് ഈ ഒരു മസിൽ ബ്ലേസിൻ്റെ ഒരു വേ പ്രോട്ടീൻ, ഒരു 1 kg വേ പ്രോട്ടീൻ, ഒരു ചെറിയ ഗിഫ്റ്റ് നമ്മളെ മാസ്റ്റർക്ക് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ആളുടെ റിയാക്ഷൻ എന്താണ്, എങ്ങനെയാണ് കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം. ഞാൻ ഇപ്പോൾ പുറത്തു പോയി വന്നതാണ്. ഇത്ര ഗെറ്റപ്പിലൊന്നും വീട്ടിലിരിക്കൂല. സാധാരണ പുറത്തു പോയി വന്ന ഒരു ഇതായതുകൊണ്ട് പെട്ടെന്ന് ഷൂട്ട് ചെയ്യണതുകൊണ്ട് ഇത്ര ഗെറ്റപ്പിൽ ഇരിക്കേണ്ടതേ ഉള്ളൂ. നമ്മളെന്തായാലും പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ജിമ്മിൽ പോയി നമുക്ക് നോക്കി നോക്കാം. ആളവിടെ ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് പോയി കൊടുക്കുമ്പോൾ റിയാക്ഷനും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാം. എന്തായാലും വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനി വരും വീഡിയോസ് നമ്മളെ വർക്കൗട്ടിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും, ഡയറ്റിൻ്റെ വീഡിയോസ് വരും, ഒക്കെ വരും, ലോങ് വീഡിയോസ് വരും, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വരും. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ. നമുക്ക് ചേഞ്ച് ചെയ്ത് ജിമ്മിലോട്ട് പോവാം. ഗൈസ്, അങ്ങനെ നമ്മുടെ ജിമ്മിലെത്തിയിട്ടുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഇവിടെ വന്നപ്പോൾ ആളിവിടെ ഉണ്ട്. ആള് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാഗ്യത്തിന് പുറത്തൊന്നും പോയില്ല. സാധാരണ എവിടേക്കെല്ലാം ആയിട്ട് പോക്കുണ്ട്. ഇന്ന് ഭാഗ്യത്തിന് ഇവിടെ ഉണ്ട്. എത്രത്തോളം വോയിസ് ക്ലിയർ ആണെന്നൊക്കെ ഉറപ്പില്ല. കാരണം ബാക്ക്ഗ്രൗണ്ടില് സോങ്, ജിമ്മിലെ രാത്രി അത്യാവശ്യം ആൾക്കാരും ഉണ്ട്, പാട്ടും ഓടുണ്ട്. അപ്പോൾ വോയിസ് എത്രത്തോളം ക്ലിയർ ആണെന്നൊക്കെ അറിയില്ല. എന്തായാലും രാവിലെ വർക്കൗട്ട് ചെയ്തതാണ്. ഇനിയിപ്പോ ചെറിയൊരു കാർഡിയോ സെഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കാർഡിയോ സെഷൻ ഒരു 30 മിനിറ്റിന്റെ കാർഡിയോ ഉണ്ട്. പിന്നെ കുറച്ച് ആക്ടിവിറ്റികളും കൂടി ഉണ്ട്. ഇപ്പോൾ ഏറെക്കുറെ 8 മണിയുണ്ട്. 9 മണിയാകുമ്പോക്ക് നമുക്ക് നമ്മളെ കാർഡിയോ ആപ്സും വർക്കൗട്ട് ചെയ്യുന്ന നമുക്ക് നമ്മളെ പരിപാടിയിലേക്ക് കടക്കാം. ആള് ഇവിടെ ഉണ്ട്. ആള് പോകുന്നതിന് മുമ്പേ നമുക്ക് ആൾക്കാരും ജസ്റ്റ് ഒക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് കൊടുക്കാം. എങ്ങനെയുണ്ട് റിയാക്ഷൻ എന്നൊക്കെ നമുക്ക് കാണാം. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, നീ ആ പാട്ടും സൗണ്ട് കൊടുക്കും. അപ്പോ നമ്മളെ കാർഡിയോ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ട്രെഡ്മില്ലാണ്. ഒരു 50 മിനിറ്റ്സ് ട്രെഡ്മില്ലും 50 മിനിറ്റ്സ് ക്രോസ് വാക്കർ, 10 മിനിറ്റ്സ് സൈക്ലിംഗ് ആണ് നമ്മുടെ കാർഡിയോ സെക്ഷൻ വരുന്നത്. ഞാൻ ഇപ്പം ഇന്ന് ആപ്സ് കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഇന്ന് രാവിലെ ഷോൾഡർ ആയിരുന്നു. അപ്പോൾ ഈവനിങ് ആപ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ ടൈം ഉണ്ടായില്ല. ഞാൻ ഏറെക്കുറെ ഒരു ഉച്ച ടൈമിലാണ് വർക്കൗട്ട് ചെയ്യാൻ വരല്. കാരണം നമുക്ക് യൂട്യൂബ് പറഞ്ഞോ ബാഗിലുണ്ട്. ഉച്ച ടൈമിലാണ് വർക്കൗട്ട് ചെയ്യാൻ വരല്. കാരണം ഇപ്പോൾ ഇനി മുതൽ ഡെയിലി യൂട്യൂബിൽ നമ്മുടെ വ്ളോഗ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഉച്ചക്കാണ് സൗകര്യം. ആളും മനുഷ്യനൊന്നും ഇല്ലാതെ വന്ന് വർക്കൗട്ട് ചെയ്ത് വീഡിയോ എടുത്ത് സ്വസ്ഥമായിട്ട് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമാണ് ബെറ്റർ. വീഡിയോ വരുമ്പോൾ മനസ്സിലാവും. ആ ടൈമിൽ ഞാനല്ലാണ്ട് അധികാരം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ നമ്മളെ പ്രോട്ടീൻ ടെസ്റ്റ് ചെയ്യാനിതാ നമ്മളെ ആശാൻ എത്തിയിട്ടുണ്ട്. ശരി, നമുക്ക് റിവ്യൂ ഞാനായിട്ട് പറയണില്ല, യൂസ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ആശാൻ പറയും എന്താ അവസ്ഥ.
പോരെ മതി ഒരു വെള്ളം ഈ മസിൽ ബ്ലേസിൻ്റെ ചോക്ലേറ്റ് എന്ത് ചെയ്യുന്നു റോക്കി ഫഡ്ജ് കണ്ടുള്ളൊരു ഫ്ലേവറാണ്, പുതിയ ഫ്ലേവറാണ്. ഉഷാറാണ്. ഉഷാറാ? സത്യം പറഞ്ഞാൽ പേടിച്ച് പറയാനൊന്നും വേണ്ട, ഉള്ളത് പറഞ്ഞാൽ മതി. ഉഷാറാ ഏണ്ട് കുഴപ്പമില്ല, രസമുണ്ട്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? അല്ല ഫുള്ള് കുടിച്ച ഇഷ്ടം. ആയിക്ക് നോക്കി പറയാം, ആൾക്കാരോട് നോക്കി പറയാം. ഉഷാറാണ്. ഉഷാറാണ്. നിങ്ങളിപ്പോൾ ഏത് പ്രോട്ടീൻ യൂസ് ചെയ്യണേ? പ്രോട്ടീൻ പൗഡർ ഞാൻ നൈട്രോഡൊക്കെയാണ് ഇപ്പോൾ യൂസ് ചെയ്യണത്. ഇപ്പോൾ യൂസ് ചെയ്യണ്ടോ? ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അല്ല അത് ഇതല്ലേ ക്രിയേറ്റിനല്ലേ? അതല്ല, വേറെ പ്രോട്ടീനുണ്ട്. കയ്യാറായോ? കയ്യാറായി. പ്രോട്ടീൻ വേണ്ടേ? പിന്നെ ഇതെങ്ങനെയുണ്ട്? ഇത് കഴിക്കണം. ഇതെങ്ങനെയുണ്ട്? ഉഷാറാണ്. നീ വാങ്ങോ? വാങ്ങും. എന്റെ കോഡ് അടിച്ചോ? തമാശ വെച്ചല്ല, എന്റെ വാങ്ങുമ്പോ എന്റെ കോഡ് അടിക്കുമെന്ന് വെച്ച് ഷാമിൽ എം പി എന്നുള്ള കോഡ് അടിക്കും. ഡിസ്കൗണ്ട് ഇപ്പോ ഒരു സാധനം കൂടി ഉണ്ട് ടെസ്റ്റ്. അപ്പൊ എങ്ങക്കുള്ള ആണോ പറയല്ലേ? എന്താ പറയണ്ടേ? ഇത്രയും കാലം എന്നെ തീറ്റി പറ്റിയില്ല, അപ്പൊ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ? എന്താ പറയാനുള്ളത്? എന്തെങ്കിലും പറയും ആൾക്കാരോട്. എന്താ തോന്നണേ? നമ്മുടെ ശിഷ്യന്മാരിൽ ആദ്യമായിട്ടാണ് വേ പ്രോട്ടീൻ ഗിഫ്റ്റ് കിട്ടണേ. വെറുതെ അല്ല, സ്പോൺസർ കിട്ടിയത്. എന്താ പറയാനുള്ളത്? എന്തേലും പറയേ. ആലോചിച്ച് പറഞ്ഞാൽ മതി, സമയമുണ്ട്. യൂട്യൂബിലാണ്, ഷോർട്സ് അല്ല, അപ്പൊ ഇഷ്ടംപോലെ സമയമുണ്ട്. പ്രോട്ടീൻ ഗിഫ്റ്റ് ഇടുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ? അതാണ് ഏറ്റവും വലിയ സന്തോഷം. പ്രോട്ടീൻ നമ്മൾ കറക്റ്റാക്കാൻ വേണ്ടി കഷ്ടപ്പാടാൻ നമുക്കറിയില്ല. അപ്പോൾ ആശാന് ഹാപ്പിയായി, നമ്മളും ഹാപ്പിയായി, അത്രയൊക്കെ ഉള്ളൂ. വേറെ ഇപ്പം എന്താ പറയാ? എത്ര മാസമായി ഞാൻ ഫീസ് തന്നിട്ട്? ഫീസ് കിട്ടൂല, അതിന് ഫീസ് അടക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് വിട്ടുകൊടുക്കും. ഫീസ് കൊടുത്തിട്ട് കുറേ കാലം നമുക്ക് ഫീസ് ഇല്ല, ഒന്നുമില്ല. നമ്മളിങ്ങനെ വെറുതെ കുറേ കാലമായിട്ട് തിരിച്ചു പോറ്റാ. അപ്പോൾ പിന്നെ നമ്മളെന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ? നമുക്ക് ഫസ്റ്റ് കിട്ടുമ്പോൾ ഇതിൽ നിന്ന് സ്റ്റാക്കുന്ന ഒരു വേ പ്രോട്ടീന് മൂപ്പരാൾക്ക് മാറ്റി വെച്ചാണ്. നിന്നെ പറ്റി എന്തെങ്കിലും പറയുന്ന അല്ലേ? ഷാമിൽ ഉഷാറാണ്. വർക്കൗട്ട് ഡയറ്റ് ഇടയ്ക്ക് പൊട്ടിക്കുന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് ഇതിൽ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, വേറെ എന്തെങ്കിലും പറയണ്ട? വേറെന്താ? ഓക്കെ, അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് ഇനി നമുക്ക് എല്ലാവരും കാണാൻ പറ്റും. ഇനി ഞാൻ മാത്രമാവില്ല, ഇനി യൂട്യൂബ് ഓപ്പൺ ചെയ്ത് ഇനി യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് വീഡിയോ ഒക്കെ ഇനി വരുന്ന എല്ലാ വീഡിയോസിലും വർക്കൗട്ട് ചെയ്യണ എല്ലാവരും നമ്മളെ മാസ്റ്റർ ഉണ്ടാവും, ചെക്കന്മാരൊക്കെ ഉണ്ടാവും. ഇനി നമ്മൾ വരുമ്പോൾ ആൾക്കാരെ അറിയും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ.